ഹായ് ഫ്രണ്ട്സ്, ചലഞ്ചിൻ്റെ അവസാന ദിവസമാണെന്ന്. ഡേ 7. 7-ാം ദിവസം ശാന്തമാണ്. ആവേശമില്ല, പെട്ടെന്നുള്ള വലിയ നേട്ടങ്ങളില്ല, നാടകീയമായ വികാരങ്ങളില്ല. അതുതന്നെയാണ് അതിൻ്റെ ലക്ഷ്യവും. കാരണം ഇതിനകം സുപ്രധാനമായ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചിട്ടില്ല. പുതിയൊരു വ്യക്തിയായില്ല, നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിച്ചില്ല. നിങ്ങൾ 7 ദിവസത്തേക്ക് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു, അത്രമാത്രം. മിക്ക ആളുകൾക്കും ഇതൊരിക്കലും അനുഭവിക്കാൻ കഴിയില്ല. അവർ മോട്ടിവേഷൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്പിറേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരുടെ ദിനചര്യകൾ പകർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ ഒരിക്കലും തങ്ങളിൽ തന്നെയുള്ള വിശ്വാസം വളർത്തിയെടുക്കുന്നില്ല എന്നതാണ് സത്യം. ഇന്ന് 7-ാം ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം 7-ാം ദിവസത്തിനുണ്ട്. എനിക്ക് ഇത് തുടരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആദ്യം നിർത്തുക. പകരം ഇപ്പോൾ ഞാൻ ഇതാണ് എന്ന് പറയാൻ തുടങ്ങുക. പെർഫെക്റ്റ് ആയിട്ടല്ല, എന്നേക്കുമായുമല്ല, കേവലം ഒരു ശീലമെന്ന രീതിയിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുക. തയ്യാറാണെന്ന് തോന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളല്ല നിങ്ങൾ. ഓരോ പ്രവൃത്തിക്കും സ്വയം വിലപേശുന്ന ആളല്ല നിങ്ങൾ. വിരസമാകുമ്പോൾ അപ്രത്യക്ഷമാകുന്ന ആളുമല്ല നിങ്ങൾ. ശാന്തമായിട്ടാണെങ്കിലും സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് നിങ്ങൾ. രസകരമായ ഭാഗം ഇതാണ്. നിങ്ങൾ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു അച്ചടക്കമുള്ള ഒരാളാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കില്ല. എന്നാൽ നിങ്ങൾ സ്വയം വിശദീകരിക്കുന്നത് നിർത്തുകയും തിരക്കിട്ട് ഓടുന്നത് നിർത്തുകയും പ്രതികരിക്കുന്നത് നിർത്തുകയും പകരം സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ആളുകൾ അത് തിരിച്ചറിയും. ഒരിക്കൽ മൈക്കിൾ ജോർദൻ പറഞ്ഞിട്ടുണ്ട്, ക്യാമറകൾ ഉള്ളപ്പോഴല്ല, ആരും കാണാത്തപ്പോഴും അടിസ്ഥാന കാര്യങ്ങൾ നിരന്തരം അദ്ദേഹം പരിശീലിച്ചിരുന്നു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. വിജയിക്കാനുള്ള അമിത ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് ആരും ശ്രദ്ധിക്കാത്തപ്പോഴും താൻ ആരാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ്. അതാണ് വ്യക്തിത്വം. അതാണ് നമ്മളൊക്കെ പറയുന്ന ഐഡന്റിറ്റി. ആ വ്യക്തിത്വം എപ്പോഴും ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തും. ലക്ഷ്യങ്ങൾ പ്രചോദനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വ്യക്തിത്വം തനിയെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് 7-ാം ദിവസം യഥാർത്ഥ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഞാൻ അച്ചടക്കമുള്ളവനാകാൻ ശ്രമിക്കുകയാണ് എന്ന് നിങ്ങൾ പറയില്ല. ഞാനൊരു കാര്യവും ഒഴിവാക്കാറില്ല എന്ന് നിങ്ങൾ പറയും. എനിക്കെന്ത് തോന്നുന്നുവെന്ന് നോക്കട്ടെ എന്ന് നിങ്ങൾ പറയില്ല. ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയും. യാതൊരു പ്രഖ്യാപനങ്ങളുമില്ല, സമ്മർദ്ദമില്ല, ഫിനിഷ് ലൈനില്ല. ഇതൊരു നാടകീയമായ സംഭവമാക്കാതിരിക്കുക. ഈ 7 ദിവസത്തെ ചലഞ്ച് നിങ്ങൾ ഇനി തുടരേണ്ടതില്ല. നിങ്ങൾക്ക് പുതിയൊരു പ്ലാനിൻ്റെ ആവശ്യമില്ല. അതിനുള്ള തെളിവ് നിങ്ങൾ ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വികാരങ്ങളില്ലാതെ പ്രവർത്തിക്കുകയും ചെറിയ കാര്യങ്ങൾ പൂർത്തിയാക്കുകയും നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുകയും ചുറ്റുപാടുകൾ ക്രമീകരിക്കുകയും ചെയ്ത 7 ദിവസങ്ങൾ അത് മതി. ഇനി മുതൽ അച്ചടക്കം എന്നത് നിങ്ങൾ പിന്തുടരുന്ന ഒന്നല്ല, ജീവിത താളം തെറ്റുമ്പോൾ നിങ്ങൾ തിരികെ എത്തുന്ന ഒരിടമാണ് ഡിസിപ്ലിൻ. എപ്പോഴെങ്കിലും ജീവിതം താളം തെറ്റുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടില്ല. നിങ്ങൾ പറയും, ഞാൻ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തിരികെ വരാനുള്ള വഴി അറിയാം. അതാണ് യഥാർത്ഥ റീസെറ്റ്. പെർഫെക്റ്റ് ആയ ഒരു ജീവിതമില്ല, വിശ്വസനീയമായ ഒരെണ്ണം മതി. വിശ്വസനീയമായ ആളുകൾ എപ്പോഴും കാലക്രമേണ വിജയിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരിക, അത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ലൈഫിൽ വലിയ കാര്യങ്ങൾ നേടുന്നത് നിലനിർത്തുക. അത്തരത്തിൽ ഏവർക്കും അതിന് കഴിയട്ടെ, ഇതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രകാശം പരക്കട്ടെ.